ദേവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹ്യേതദുത്തമം. ഇത് രഹസ്യമാണ് എന്നാണ് ഈ യോഗം. ഭഗവാൻ പറഞ്ഞത് ഇത് രഹസ്യമാണ്. എന്തുകൊണ്ട് രഹസ്യം എന്ന് വെച്ചാൽ ഇത് വായുകൊണ്ട് പറഞ്ഞ് അറിയിക്കാവുന്നതല്ല. ഇവിടെ ആന്തരികം സ്വസംവേദ്യം മാത്രമാണ്. ഇതിന് ബാഹ്യമായ പ്രയോജനങ്ങളൊന്നുമില്ല. ഉത്തമം രഹസ്യം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ രഹസ്യം എന്തുകൊണ്ടത് രഹസ്യം? അത് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മെനി ടു ക്രോസ്. എത്രയോ പേരെ സംസാര തരണം ചെയ്യാൻ സഹായിച്ചത് കൊണ്ടാണ് അത് ഉത്തമ രഹസ്യം എന്ന് ഭഗവാൻ പറഞ്ഞത്. അത് പരമ്പരയായി കൈമാറപ്പെട്ടതും എത്രയോ പേർക്ക് ആന്തരികമായി സഹായിച്ച് അവർക്ക് വഴി കാണിച്ചതുമാണ് ഈ യോഗം. രഹസ്യം ഹി ഏതദുത്തമം. എന്തിനു വേണ്ടി പറയുന്നു ആ യോഗത്തിനെ? ഇപ്പൊ അർജുനന് ഭക്തോസി, നീ എന്റെ ഭക്തനാണ്, അതുകൊണ്ട്. എന്നുവെച്ചാൽ ഭക്തന് മാത്രമേ ഇത് കൈമാറാൻ പറ്റുള്ളൂ. ഭക്തനും ഈ കൊടുക്കുന്ന ആൾക്കും ഒരു സംബന്ധം ഏർപ്പെട്ടതുകൊണ്ട് സഹജമായി ഈ രഹസ്യം കൈമാറപ്പെടുന്നു. പറയുന്ന വാക്കിനു പുറകിലുള്ള ചിത് ശക്തി, സ്ഫോടം അഥവാ ധ്വനി, അതിനും വ്യത്യാസമുണ്ട്. അതാണ് പറയണത്. നമ്മളുടെ പരമ്പരയിൽ എപ്പോഴും ജ്ഞാനികളിലൂടെ ഇത് വരണം എന്ന് പറയാൻ കാരണം, പറയുന്ന വാക്കിനു പുറകിൽ മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് പേരാണ് സ്ഫോടം. അതാണ് ഇവിടെ ഭഗവാൻ രഹസ്യമെന്നും പറയണത്. അല്ലെങ്കിൽ ഈ ശബ്ദമൊക്കെ ഒന്ന് തന്നെ. ടേപ്പ് റെക്കോർഡറിലും നമുക്ക് കിട്ടും. ഒരേ കാര്യം ഒരാൾ പറഞ്ഞത് ബൈഹാർട്ട് ചെയ്ത് വേറെ ഒരാൾക്ക് പറയാം, ഒന്നും വ്യത്യാസമല്ല. പക്ഷെ അതിൽ സ്ഫോടം ഉണ്ടാവില്ല, ധ്വനി ഉണ്ടാവില്ല. അതിന് പുറകിൽ സ്ഫോടം എന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ അപ്പത്തന്നെ പ്രവർത്തിക്കുകയും അവർക്ക് ഈ ഭാഷ അറിയില്ലെങ്കിൽ പോലും അവർക്ക് ചില അനുഭവങ്ങളെ കൊടുക്കുകയും ചെയ്യാം. ഭാഷയൊന്നും വേണ്ട അവിടെ. ആ ശബ്ദത്തിന് തന്നെ ആ ശക്തിയുണ്ട്. ആ ശബ്ദം തന്നെ ശക്തിമത്താണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ വേദം എന്ന് പറയുന്നത്. അല്ലാതെ വേദത്തിന് അർത്ഥമൊന്നുമല്ല. വേദത്തിൽ അർത്ഥമുള്ള ഒരു ഭാഗമുണ്ട്, അർത്ഥമില്ലാത്ത ഭാഗവുമുണ്ട് വേദത്തിൽ. ചില മന്ത്രങ്ങൾക്കൊന്നും അർത്ഥമേ ഇല്ല വേദത്തിൽ. നിരർത്ഥകാഹ മന്ത്രാഹ, ശബ്ദം മാത്രമാണ്. ചില മന്ത്രങ്ങൾക്കൊക്കെ വേദത്തിൽ ശബ്ദപ്രാമുഖ്യം മാത്രമാണ്. അവിടെ അർത്ഥത്തിന് യാതൊരു പ്രാമുഖ്യവും ഇല്ല. നിരർത്ഥകാഹ എന്ന് തന്നെ പറയണം. അർത്ഥമേ ഇല്ല എന്നാണ്. ആ ശബ്ദം കേട്ടാൽ മതി. അതുകൊണ്ടാണ് ആ സ്വരത്തിന് ഇത്രയൊക്കെ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. അതും ബാഹ്യസ്വരം മാത്രം പോരാ, ആ മന്ത്രം പറയുന്ന ആളുടെ നാഡീ നരമ്പുകളിലും അകമയ്ക്കും കലർന്നു നിന്ന് അയാൾ സ്വയം മന്ത്രമായി മാറിയിട്ട് വേണം പറയാൻ. അപ്പോഴേ അത് ശബ്ദം ധ്വനിയാവൂ. അപ്പൊ ആ സ്ഫോടം ഭക്തനായാലേ പ്രവർത്തിക്കുകയുള്ളൂ. ഭക്തനെ അതിന്റെ മർമ്മം കിട്ടുകയുള്ളൂ. ഭക്തന് അതിന്റെ മർമ്മം കിട്ടുകയും ആ ധ്വനി ഇവരിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ അത് ഈ പറയുന്ന വ്യക്തിക്ക് എത്ര കണ്ട് അതിന്റെ അനുഭവമുണ്ടോ അത്ര കണ്ട് ഈ കേൾക്കുന്ന ആളുകളുടെ ഭക്തിയും കൂട്ടുനിന്നാൽ വലിയ മെനക്കെടൊന്നും കൂടാതെ അനുഭൂതി ഉണ്ടാവും. അതാണ് ഭഗവാൻ ഭക്തോസിമേ സഖാ ചേതി, നീ എന്റെ സഖാവാണ്. സഖാ എന്ന് വെച്ചാൽ സദാ കൂട്ടുപിടിച്ച് നടക്കുകയാണ്, ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. സഖ്യഭക്തി. അർജുനന് സഖ്യഭക്തിയാണ് ഭഗവാന്റെ അടുത്ത്. ചില ഭക്തന്മാർക്കൊക്കെ ഭഗവാന്റെ അടുത്ത് സഖ്യഭക്തിയാണ്. ഒരു ഫ്രണ്ട് കൂടെ ഉള്ള പോലെ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട്. അർജുനന് സഖ്യഭക്തിയാണ്. ശൈവത്തിൽ സുന്ദരമൂർത്തി സ്വാമികൾക്ക് ശിവനോട് സഖ്യഭക്തിയാണ്, എപ്പോഴും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാനോട് ശണ്ട കൂടും, എന്ത് വേണമെങ്കിലും ഭഗവാനോട് ചോദിക്കും. നമ്മൾ ലൗകികമെന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ പോലും ഭഗവാനോട് ചോദിക്കും. ഭഗവാൻ ഒരു കല്യാണം മുടക്കി. സുന്ദരമൂർത്തി സ്വാമികൾ കല്യാണം കഴിക്കാൻ നിന്നപ്പോഴാണ് ഭഗവാൻ വന്ന് പിടിച്ചെടുത്തത്. അതും ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ആ കൃപയാണ്. കൃപ പിടിച്ചെടുക്കുകയാണ്. അദ്ദേഹം വിവാഹം കഴിക്കാൻ നിൽക്കുമ്പോ പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, അടുത്ത എനിക്ക് എന്തായാലും ഒരു ജന്മമുണ്ട്, ഒരു ആഗ്രഹം കാരണം. അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിൽ
2 സ്ത്രീകളോട് ആഗ്രഹം വരികയും അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി ജനിക്കുകയും ചെയ്തു അത്രേ സുന്ദരമൂർത്തിയായിട്ട്. അങ്ങനെയാണ് കഥ. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, അടുത്ത ജന്മം ഞാൻ അങ്ങേ മറന്നുപോയതുകൊണ്ട് ജനിക്കും, പക്ഷേ ഞാൻ അങ്ങേ മറന്നാലും അങ്ങനെ മറക്കരുത്, പിടിച്ചെടുക്കണം. ആ ജന്മത്തിൽ ഒരു രാജാവ് അദ്ദേഹത്തിനെ എടുത്ത് വളർത്തുകയും കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ്, കല്യാണത്തിന് ഏർപ്പാടൊക്കെ ആയി കല്യാണ പന്തലില് ഈ വൃദ്ധൻ വടിയും കുത്തി ഇങ്ങനെ വരും. എന്നിട്ട് പറഞ്ഞു, വിവാഹമൊക്കെ നിൽക്കട്ടെ, എനിക്ക് ഇയാൾക്ക് തമ്മിൽ പഴയ ചില കടമൊക്കെ തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. നിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, ഭ്രാന്തൻ, പിത്തൻ. പിത്തൻ തെരിയുമോ ഇല്ലയോ? പൈത്യം, പൈത്യം, ഭ്രാന്ത്, ഭ്രാന്തൻ എന്ന് വിളിച്ചു. അപ്പൊ നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ നിനക്കൊന്നും അറിയില്ല, നിനക്കും നിന്റെ മുത്തശ്ശനും മുതൽ കൊണ്ട് എനിക്കറിയാം, ചില കണക്ക് തീർക്കാനുണ്ട്, അത് തീർത്തിട്ട് കല്യാണം കഴിക്കാം. എന്താ കണക്ക്? ഇതാ എന്റെ കയ്യില് ഈ ഓലയില് ഈ അലാലസുന്ദരന്റെ മുത്തശ്ശൻ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്റെ പരമ്പരയിൽ വരുന്നവരൊക്കെ തിരുവണ്ണൈനല്ലൂർ പിത്തൻ, നീ ചൊന്ന അന്ന് പേരേ ഞാൻ വെച്ചുக்கிறேன், നീ എന്നെ ഭ്രാന്തെന്ന് വിളിച്ചില്ലേ, ഈ ഭ്രാന്തന് അടിമയാണ് എന്ന് എഴുതി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ എന്റെ അടിമയാണ്. ഒരു ബ്രാഹ്മണൻ മറ്റൊരു ബ്രാഹ്മണന് അടിമയാവുക എന്നുള്ള കഥയൊന്നും ഇവരിടത്തും ഇല്ല. ഇയാൾ എന്തോ പൊലമ്പാണ്, ജൽപ്പനം ചെയ്യുകയാണെന്നോ. ആരും സമ്മതിച്ചില്ല. ഈ ലഹള കൂട്ടാൻ തുടങ്ങി ഈ വൃദ്ധൻ കല്യാണ പന്തലില്. പിടിച്ചു, സമ്മതിക്കില്ല വിവാഹം കഴിക്കാൻ. ഇതാ എന്റെ കയ്യില് അതോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോ എല്ലാ ജീവനും ഈശ്വരന്റെ അടുത്ത് നിത്യസംബന്ധമുണ്ട്. ആ നിത്യസംബന്ധം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തിൽ ആഗ്രഹം എത്ര കണ്ടുണ്ടോ അത്ര കൊണ്ട് ഈശ്വര കാര്യങ്ങളോട് ഭയം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ അത് ഉള്ളിൽ വന്നാൽ നമ്മളുടെ ലോകജീവിതമൊക്കെ പോയി പോകുമോ എന്നൊരു പേടിയുണ്ടാവും. സത്സംഗത്തിലൊക്കെ വരുമ്പോ ഇതൊക്കെ ശരി, പക്ഷെ ഇതൊന്നും ഇപ്പൊ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. പലപ്പോഴും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഭക്തന്മാരെയൊക്കെ നിന്ദിക്കും, അവരൊക്കെ അവരുടെയൊക്കെ ജീവിതമൊക്കെ എനിക്കറിയില്ലേ എന്നൊക്കെ പറയും. എന്താ എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങോട്ട് പോവാതിരിക്കണം, അതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ നീക്കം ചെയ്ത് ഞാൻ രക്ഷപ്പെടാൻ നോക്കും, ഈ ജീവൻ രക്ഷപ്പെടാൻ നോക്കും. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഓല കാണിച്ചതും. ചാടിയ ഓല പിടിച്ചെടുത്ത് വലിച്ചു ചീന്തി തീയിലിട്ടു സുന്ദരമൂർത്തി. അപ്പോ ഈ വൃദ്ധം ബഹളം കൂട്ടാൻ തുടങ്ങി. ഈ ഓല ചീന്തി കളഞ്ഞത് കൊണ്ട് തന്നെ ഇവൻ എന്റെ അടിമയാണെന്ന് തെളിഞ്ഞു. ഇവൻ എന്തോ പേടിയിട്ട്, അല്ലെങ്കിൽ എന്തിനും ഇവൻ ചീന്തി കളയണം, നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാതെ തന്നെ ഇവൻ ചീന്തി കളഞ്ഞു. ഇവിടുത്തെ കോർട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല, ഇവിടുത്തെ കോർട്ടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അതുകൊണ്ട് എന്റെ നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് തിരുവണ്ണൈനല്ലൂരിലേക്ക് വലിയൊരു ഗ്രൂപ്പായിട്ട് ആളുകൾ, ഈ കല്യാണത്തിന് വന്ന ആളുകൾ, പാവം കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്. ഈ തീരുമാനം കഴിഞ്ഞിട്ട് വേണം കല്യാണം കഴിക്കാൻ. കല്യാണ പാർട്ടിയോടുകൂടി തിരുവണ്ണൈനല്ലൂരിലേക്ക് പോയി. അവിടെ ഗ്രാമപഞ്ചായത്ത് കൂടി, ഗ്രാമപഞ്ചായത്തിന്റെ ആളുകളൊക്കെ ഇരുന്നു. ഈ വൃദ്ധൻ ഒരു വശത്ത് വാദത്തിനും സുന്ദരമൂർത്തി സ്വാമികൾ ഒരു വശത്ത് വാദത്തിനും. എല്ലാവരും സുന്ദരമൂർത്തിയുടെ പക്ഷത്തിലാണ് എല്ലാരും. അത് നോക്കുക ലോകത്തിന്റെ സ്വഭാവം. ലോകം മുഴുവൻ ഒരു സൈഡ്, ഈ ജീവനെ തന്റെ അടുത്തേക്ക് വലിക്കാൻ. ഈ ജീവനോ അവരോടാണോ പ്രിയം. ഭഗവാന്റെ കൃപ ഒരേ ഒരു സൈഡ്, അങ്ങോട്ട് മാറി നിന്നുകൊണ്ടുള്ള വാദമാണ്. ഈ വൃദ്ധൻ ബഹളം കൂട്ടി സഭയില് പറഞ്ഞു, ഇവൻ എനിക്ക് അടിമയാണ്, നിങ്ങളൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്താലും ശരി, ഞാൻ ഇവനെ പിടിച്ചുകൊണ്ടുപോകും. ഇവൻ എന്റെ അടിമയാണെന്ന് ഇവന്റെ മുത്തശ്ശൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അലാലസുന്ദരർ പറയാണ്, ഈ വൃദ്ധൻ എന്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കും അയാളോട്. ഈ തെളിവാണല്ലോ ഇവൻ ചീന്തി തീയിലിട്ടത്, തെളിവ് പിച്ചി ചീന്തി തീയിലിട്ടില്ലേ, അപ്പൊ എന്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കും. അപ്പോ കോർട്ടിലുള്ള പഞ്ചായത്തിലുള്ള അധികാരികൾ ചോദിച്ചു, അങ്ങേക്ക് തെളിവ് വല്ലതും കാണിക്കാനുണ്ടോ ഇവൻ നിങ്ങളുടെ അടിമയാണെന്നുള്ളത്? തെളിവുണ്ട് എന്ന് പറഞ്ഞ ആദ്യം എടുക്കുന്ന ഒരു ഓല എടുത്തു. ചീന്തി കളഞ്ഞതോ ഇവൻ ചീന്തി കളഞ്ഞത് എനിക്കറിയാം, അതുകൊണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇതാണ് ഒറിജിനൽ. അങ്ങനെ എത്ര ഒറിജിനൽ വേണമെങ്കിൽ വരും. അതില് മുദ്രയും ഒക്കെ ഇവരുടെ മുത്തശ്ശന്റെ മുദ്രയും ഒക്കെ പരീക്ഷിച്ച് തീരുമാനിച്ചിട്ടാണ് സുന്ദരമൂർത്തിയെ അടിമയായിട്ട് പറഞ്ഞേക്കണത്. ഭഗവാൻ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി തിരുവണ്ണൈനല്ലൂർ മഹാക്ഷേത്രത്തില് സുന്ദരമൂർത്തിക്ക് ദിവ്യദർശനം കൊടുത്ത് ആൾക്കൊള്ളുക എന്ന് വെച്ചാൽ തൻവശപ്പെടുത്തി.
മറഞ്ഞു കളഞ്ഞു എന്നാണ് കഥ. തന്റേതാക്കി തീർത്തിട്ട് മറഞ്ഞു കളഞ്ഞു. പൂർവ്വസ്മൃതി ഉണ്ടാക്കിയിട്ട് മറഞ്ഞു കളഞ്ഞു. പൂർവ്വസ്മൃതി ഉണ്ടായതും ഉന്മാദം പിടിച്ച പോലെ ആയി. ഞാൻ ഇനി എന്ത് ചെയ്യും? കല്യാണക്കോലത്തിലാണ്. അതായത് கல்யாண மாப்பிள்ளை எப்படி இருக்கணுமோ அந்த வேஷத்தோட இருக்கார் அவர். அதுதான் நீங்க அந்த நால்வர்களை பார்த்தா அவர் மாத்திரம் கிரீடம் எல்லாம் போட்டு எல்லாம் இருப்பார். ஒரு രാജകുമാരൻ കല്യാണത്തിന് ഇരിക്കണ പോലെ വേഷത്ത്. ഭഗവാൻ പറഞ്ഞു ഇതേ വേഷത്തിൽ ഇരിക്കുക ഇനി മുഴുവൻ. ഈ വേഷത്തിൽ തന്നെ ഇരിക്കുക. ഇനി എന്നെ പാടുക. പാടുക എന്ന് വെച്ചാൽ എന്താ? തനിക്ക് ഉണ്ടായ ഈ ആനന്ദം, ഈ നിത്യസംബന്ധം ലോകം മുഴുവൻ അറിയട്ടെ. അപ്പൊ എങ്ങനെ പാടും? നീ എന്നെ എങ്ങനെ വിളിച്ചു അങ്ങനെ തന്നെ വിളിക്കൂ. വിളിച്ചു പാടൂ. പിത്താ പിറൈശൂടി പെമ്മാനെ അരുളാള. പിത്താ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പാട്ട് തുടങ്ങി. തില്ലൈവാഴ് അന്തണർത്തം അടിയാർക്കും അടിയേൻ. എല്ലാ ഭക്തന്മാർക്കും ഞാൻ അടിമ എന്ന് പാടിക്കൊണ്ട് സുന്ദരമൂർത്തിയെ ഭഗവാൻ തൻവശപ്പെടുത്തിയ ഒരു കഥയാണത്. അനേക കഥകളുണ്ട് ആ സുന്ദരമൂർത്തി സ്വാമികളുടെ ജീവിതത്തിൽ തന്നെ. ഇത് സഖ്യഭക്തിയാണ്. സഖ്യഭക്തി ആവുമ്പോ ഭഗവാൻ കൂടെ കളിക്കും. അർജുനന് എന്തൊക്കെ ചെയ്തു കൊടുത്തു ഭഗവാൻ അല്ലേ? എന്തൊക്കെ വേണോ അതൊക്കെ പറഞ്ഞോളൂ. ഇത്ര കാലം ഗീതോപദേശമൊന്നും ചെയ്ത് ബോറടിപ്പിച്ചില്ല. എന്ത് തേരോടിക്കണോ? ശരി, തേരോടിക്കാൻ. രാജസൂയത്തിന് എച്ചിലെടുക്കണോ? എച്ചിലെടുക്കാൻ. അഗ്രപൂജയ്ക്ക് ഇരുന്നു കൊടുക്കണോ? ഇരുന്നു കൊടുക്കാൻ. സുഭദ്രയെ കടത്തിക്കൊണ്ടു പോകണോ? ശരി, സഹായിക്കാൻ. എന്തൊക്കെ വേണോ എല്ലാത്തിനും കൂടെ നിന്നു. ആ സമയം വന്നപ്പോഴാണ് എപ്പ തളർന്ന് ഇരുന്ന് ഷാദിമാം ത്വാം പ്രപന്നം എന്ന് പറയുമ്പോൾ ബ്രഹ്മോപദേശം ചെയ്യാം. സഖ്യഭക്തിയിൽ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട്. പക്ഷെ കുറച്ചൊരു കളി തമാശയായിരിക്കും ഈ സഖ്യഭക്തി. സഖാക്കൾ പോലെ. സുന്ദരമൂർത്തിയുടെ അടുത്ത് മുഴുവൻ ഭഗവാൻ കളിയാണ്. സുന്ദരമൂർത്തി സ്വാമികൾ അവിടുന്ന് നടന്ന് ചിദംബരത്തിലേക്ക് പോകുമ്പോ തിരുവാതികൈ എന്നൊരു ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ അപ്പർസ്വാമികൾ പാടിയ ഗ്രാമമായതുകൊണ്ട് പ്രദക്ഷിണം ചെയ്ത് ഒരു മണ്ഡപത്തില് രാത്രി താമസിക്കുമ്പോ ഇതേപോലെ മറ്റൊരു വേഷത്തിൽ ഒരു കഴിവനായിട്ട് വന്നു. ഇദ്ദേഹം ഭഗവാനോട് ചോദിക്കുന്നത് എനിക്ക് ദീക്ഷ തരണം എന്നാണ്. അദ്ദേഹം ഓൾറെഡി ദീക്ഷിത, ഇനീഷ്യേറ്റഡ്. പക്ഷെ അദ്ദേഹത്തിന് അറിയണില്ല ഭഗവാന്റെ പാദദീക്ഷ കിട്ടണം. അപ്പൊ ഭഗവാൻ അവിടെ വന്നു. കൂടെ പല നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇരുന്നു. സുന്ദരമൂർത്തി സ്വാമികളോ ആ ഭഗവാൻ തന്നെ ആൾക്കൊണ്ട ആ ഉന്മാദത്തിലാണ്. അതുകൊണ്ട് സദാ ഭഗവൻ നാമ ജപം ചെയ്തുകൊണ്ടൊക്കെ മറന്നിരിക്കുകയാണ്. ഈ വൃദ്ധനാണെങ്കിലോ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നിരിക്കാം. സമ്മതിക്കണേ ഇല്ല, ജപിക്കാൻ സമ്മതിക്കണില്ല, ധ്യാനിക്കാൻ സമ്മതിക്കണില്ല. നാട്ടുവർത്തമാനവും വീട്ടുവർത്തമാനവും ഒക്കെ ചോദിച്ച് അങ്ങനെയുണ്ട് ചിലപ്പോ ചില ആളുകൾ അല്ലേ. നമ്മള് ട്രെയിനിലോ മറ്റോ പോകുമ്പോ ഭഗവത്ഗീത വായിക്കണം, ധ്യാനിക്കണം എന്ന് പറയുമ്പോ എന്താ ജോലി? അടുത്തിരുന്നിട്ട് എന്താ ജോലി? കല്യാണം കഴിഞ്ഞോ? എത്ര കുട്ടികളായി? തുടങ്ങിക്കളയും. പിന്നെ അത് നമ്മുടെ പഴയ സഞ്ജയൻ തീവണ്ടി ചൈത്താന്മാരെന്നാണ് പറയാ അവര്. തീവണ്ടിയിൽ വന്ന് ഇരുന്നിട്ട് തുടങ്ങിക്കളയും. ഇതുപോലെ ഈ വൃദ്ധൻ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഇദ്ദേഹം ഏതോ ലഹരിയിലിരിക്കുന്നു. അദ്ദേഹത്തിനെ പിടിച്ച് നാട്ടുവർത്തമാനം വീട്ടുവർത്തമാനം ഒക്കെ പറഞ്ഞ് അവസാനം ബോറടിച്ചു ഈ വൃദ്ധൻ. ഭക്തന്മാർക്കും ചിലപ്പോ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ലൗകികന്മാരെ കണ്ടാ പിടിക്കില്ല. ശരി, ഏതോ വയസ്സായ ആളല്ലേ പോട്ടെ എന്ന് സുന്ദരമൂർത്തി സമ്മതിച്ചു. അപ്പോ ഉറങ്ങാനായപ്പോ എനിക്ക് തനിയെ കിടക്കാൻ പേടിയാണ്, എന്റെ അടുത്ത് കിടന്നോളാം. വൃദ്ധൻ അടുത്ത് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ചവിട്ട് കാലുകൊണ്ട്. ചവിട്ട് വേദനിച്ചിട്ട് എഴുന്നേറ്റിട്ട് പതുക്കെ അദ്ദേഹം ഉറങ്ങണമെന്ന് കണ്ടപ്പോ കൂർക്കം വലിക്കുന്നുണ്ട്. പായൊക്കെ ചുരുട്ടി കുറച്ച് ദൂരത്ത് പോയി കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഈ വൃദ്ധൻ അടുത്ത് വന്ന് കിടക്കണ്ട. പിന്നെ ഒരു ചവിട്ട്. ഇങ്ങനെ 3-4 പ്രാവശ്യം ചവിട്ടിയപ്പോ പായ ചുരുട്ടി മണ്ഡപത്തൊന്നും ചവിട്ടിൽ വന്ന് കിടന്നു. ചവിട്ടിൽ വന്ന് കിടന്നപ്പോ വൃദ്ധൻ അവിടെയും വന്നു. അവസാനം ദേഷ്യപ്പെട്ടു, ചീത്ത വിളിച്ചു വൃദ്ധനെ. അപ്പോ വൃദ്ധൻ പറഞ്ഞു, എന്നെ ചീത്ത വിളിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എത്ര വയസ്സായി? മുന്നൈ പഴമ്പൊരുൾക്കും മുന്നൈ പഴമ്പൊരുളെ. ഒരുപാട് പഴകിയ വസ്തുവാണ് ഞാൻ, ഒരുപാട് പഴകിയ ആളാണ്. എന്നെ കണ്ട് നിനക്ക് ചീത്ത പറയണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സുന്ദരമൂർത്തിക്ക് അവിടെ നടരാജ ദർശനം കൊടുത്ത് മറഞ്ഞുപോയി. അങ്ങനെ പാദദീക്ഷ. ഇങ്ങനെ ഓരോ ഇതൊക്കെ സഖ്യഭക്തിയുടെ മാധുര്യമാണ്. അങ്ങനെ സഖ്യഭക്തി വരുമ്പോ ഭഗവാൻ അപ്പപ്പോ ദർശനം കൊടുക്കുകയും അപ്പപ്പോ ഭഗവാൻ തന്റെ സാന്നിധ്യം ഈ ഭക്തന് കാണിച്ചു കൊടുക്കുകയും അപ്പപ്പോ തന്റെ ആ പ്രകാശവലയത്തിലാണ്, കൃപാവലയത്തിലാണ് ഈ ഭക്തൻ ഇരിക്കണതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു മാധുര്യം ഈ സഖ്യഭക്തിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അപ്പോ എപ്പോ വേണോ അപ്പൊ ഉപദേശം. ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. നീ എന്റെ ഭക്തനാണ്, എന്റെ സഖാവാണ്, അതുകൊണ്ട് ഇത്രയും ഉത്തമ രഹസ്യത്തെ ഐ എം റിവീലിംഗ് ഇറ്റ് ടു യു. ഞാൻ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. എന്താന്ന് വെച്ചാൽ വേറെ ആർക്കും പറഞ്ഞു കൊടുത്താൽ അത്രയൊന്നും പറ്റില്ല. ഭക്തന് ഭഗവാന്റെ മേലെ അത്ര കണ്ട് ഹോൾഡും അധികാരവും ഉണ്ട്. ഭഗവാൻ നമുക്ക് ജ്ഞാനം തന്നിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കാം. ഭാഗവതത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്, മുക്തി പദേ സ ദായഭാഗ് എന്നാണ്. മുക്തിപദത്തിന് ദായഭാക്കാണെന്നാണ്. ദായഭാക്ക് എന്ന് വെച്ചാൽ അധികാരി. അച്ഛന്റെ സ്വത്ത് എനിക്ക് ഉണ്ടെന്ന് പറയണ പോലെ തന്നിട്ടില്ലെങ്കിൽ ഭഗവാന് കൊടുക്കാം, കേസ് കൊടുക്കാന്നാണ്. അതുപോലെ സംബന്ധം ഭക്തന് ഭഗവാന്റെ അടുത്ത് അത്ര കണ്ടുകൊണ്ട് സുന്ദരമൂർത്തി സ്വാമികൾക്ക് ഒരു സത്യലംഘനം ചെയ്തതിന് കണ്ണുപോയി. കണ്ണുപോയപ്പോ ഭഗവാന്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ സത്യലംഘനം ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോ വാക്കുകൊടുത്തു ഇവിടുന്ന് പോവില്ല എന്ന്. പക്ഷേ ഒരാഴ്ചക്ക് മേലെ അവിടെ താമസിക്കാൻ പറ്റില്ല. തിരുവാരൂരിൽ സ്വാമിയെ എഴുന്നള്ളത്ത് കൊണ്ടുവരുന്ന ഓർമ്മ വന്നതോടുകൂടെ ഈ സത്യവും വിട്ടിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോ സത്യലംഘനം ചെയ്തതിന് കണ്ണുപോയി. കാഞ്ചീപുരത്തെത്തിയപ്പോ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, സത്യലംഘനം ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ നീ എനിക്ക് ശിക്ഷ തന്നത്. ഈ സത്യം എന്ന് വെച്ചാ എന്താ? നീയാണോ സത്യം? ഈ ലോകവിഷയങ്ങളാണോ സത്യം? ലോകത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിക്കുന്നവരാണ് സത്യലംഘനം ചെയ്യുന്നത്. അല്ലാതെ നിന്നെ പ്രാപിക്കാൻ വേണ്ടി ലോകത്തിനെ ഉപേക്ഷിക്കുന്നവൻ എങ്ങനെ സത്യലംഘനം ചെയ്തവനാകും? ലോകത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിക്കുന്നവൻ എങ്ങനെ സത്യലംഘനം ചെയ്തവനാകും? ലോകത്തിനെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എങ്ങനെ സത്യലംഘനം ചെയ്തവനാകും? ഇനിയിപ്പോ എന്നിൽ ചില ദൂഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിന്റെ സഖാവാണ്. സഖാവിനോട് ദൂഷ്യമുണ്ടെങ്കിൽ സഖാവിന് തള്ളിക്കളയാൻ പാടില്ല. അതിനൊരു ഉദാഹരണവും പറഞ്ഞു. ഒരു വലിയ ശാപ്പാട് സദ്യ നടക്കണു. സദ്യയില് ഒരു വലിയ ടിന്ന് പാത്രത്തിൽ വെള്ളമുണ്ട്. അപ്പോ ആ പാചകക്കാരൻ വെള്ളത്തിൽ നോക്കിയപ്പോ വെള്ളത്തിൽ എന്തോ കിടക്കുന്നു. അപ്പൊ മുഖ്യ പാചകക്കാരനോട് ചോദിച്ചു, ഈ വെള്ളത്തിന് എന്ത് ചെയ്യണം, അതിലെന്തോ വീണിട്ടുണ്ട്. ആ മുഖ്യ പാചകക്കാരൻ പറഞ്ഞു, ആ വെള്ളം തൂത്തുകളയ്യ. അപ്പൊ ഉടനെ ആ വെള്ളമൊക്കെ ഒഴിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് നോക്കുമ്പോ പാലും അത്ര കണ്ടുണ്ട്, അതിലെന്തോ വീണിരിക്കണം. അപ്പൊ ചോദിച്ചു എന്ത് ചെയ്യണം? എന്താ വീണെന്ന് വെച്ചാൽ അത് എടുത്തു കളഞ്ഞിട്ട് ആ പാലിൽ ഇത്തിരി ദർഭ ഇട്ടിട്ട് എടുത്തോളൂ എന്ന് വന്നു. ഇത്രയും. അപ്പൊ വെള്ളത്തിലാണ് എന്തെങ്കിലും വീണതെന്ന് വെച്ചാൽ വെള്ളം തൂത്ത് കളയാൻ പറഞ്ഞ അതേ ആള് പാലിൽ എന്തോ വീണപ്പോ വീണതിനെ എടുത്തു മാറ്റി ശുദ്ധീകരിച്ച് സ്വീകരിച്ച പോലെ പരമലൗകികനായ ഒരാളെ നീ തള്ളിക്കളഞ്ഞാ പോട്ടെ, ഭക്തനായുള്ളവനിൽ എന്തെങ്കിലും ദൂഷ്യമുണ്ടെങ്കിൽ ആ ദൂഷ്യത്തിനെ എടുത്തു കളഞ്ഞ് അവനെ സ്വീകരിക്കണമെന്നല്ലാതെ തള്ളിക്കളയാൻ പാടില്ല. നോക്ക്, നമുക്കൊക്കെ എത്ര കണ്ട് വക്കാലത്ത് പറഞ്ഞു തന്നിരിക്കണം ഭഗവാനോട് പറയാൻ. ഇങ്ങനെയൊക്കെ വേണം പറയാൻ, ഇങ്ങനെയൊക്കെ വേണം പറയാൻ, ഇങ്ങനെയൊക്കെ വേണം ഭക്തി പറയാൻ. ഭക്തിയുടെ രസം അപ്പോഴാണ് നമുക്ക് ഭക്തിയുടെ ഉന്മാദം, ഭക്തിയുടെ രസം, നിത്യസംബന്ധ ന്യായീകാരം ഒക്കെ ഉണ്ടാകും. അങ്ങനെ ന്യായീകരിച്ചാണ് ഭക്തോസിമേ സഖാചേതി. അപ്പൊ ഭഗവാൻ നമുക്ക് ജ്ഞാനം തരാൻ കടപ്പെട്ടിട്ടുള്ള ആളാണ്. ഭഗവാൻ നമുക്ക് ആത്മസാക്ഷാത്കാരം തരാൻ കടപ്പെട്ടിട്ടുള്ള ആളാണ്. അതാണ് ഭഗവാനും പറയുന്നത്, അർജുനന്റെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടിരിക്കുകയാണ്. ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹി ഏതദുത്തമം. രാമായണത്തിൽ ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞു, മിത്രഭാവേന സംപ്രാപ്തം ന ത്യജേയം കഥഞ്ചന ദോഷോ യദ്യപി തസ്യ സ്യാത് സദാമേതദഗർഹിതം. ഒരാൾ എനിക്ക് സഖ്യഭാവത്തോടുകൂടെ ഭഗവാനെ ഞാൻ അങ്ങയോട് സംബന്ധപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ടുവന്നാൽ അവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ല. അവനിൽ എന്തു ദോഷമുണ്ടെങ്കിലും ആ ദോഷം നീക്കം ചെയ്ത് അവനെ സ്വീകരിക്കുക എന്നല്ലാതെ അവനെ തള്ളിക്കളയാൻ പറ്റില്ല. സാധകന്മാരിൽ ദോഷം ധാരാളം ഉണ്ടാവും. സാധന ചെയ്യുമ്പോഴും ഭക്തിമാർഗത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടല്ല വരുന്നത്. എല്ലാ ദൂഷ്യങ്ങളോടുകൂടിയാണ് വരുന്നത്. ആ ദൂഷ്യങ്ങളോടുകൂടെ തന്നെ ഭഗവാന്റെ അടുത്ത് പോവുക. ആ ദൂഷ്യങ്ങളെയൊക്കെ ഭഗവാൻ അർപ്പിക്കുക. ഈ ദൂഷ്യങ്ങളെയൊക്കെ നീക്കി എന്നെ സ്വീകരിക്കണം നീ എന്ന് പറയണമെന്നല്ലാതെ ദൂഷ്യങ്ങളൊക്കെ നീക്കിയിട്ട് ഞാൻ എന്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞാൽ വരാനേ പറ്റില്ല. ദൂഷ്യങ്ങളൊക്കെ ഞാൻ നീക്കിയിട്ട് നീ എന്നെ സ്വീകരിക്കുമെന്നും പറയാൻ പറ്റില്ല. എന്നെ കൊണ്ട് നീക്കാൻ പറ്റില്ല. ഈ ദൂഷ്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നീ തന്നെ എന്നെ സ്വീകരിച്ചു കൊള്ളാം. നോക്കിയേ കരുതിമൈ താക്കിയേ പക്വം ആക്കി നീ ആണ്ട് അരുൾ അരുണാചല.
அழகான பாட்டு அக்ஷரமண மாலையில். நோக்கியே, அதாவது நீ சற்றுர் தீட்சை தந்து எங்கெங்க எனக்கு குழப்பம் இருக்குன்னு பார்த்து மெய் தாக்கியே, ஒரு மவுல்டிங் எல்லாம் பண்றது அப்பப்போ எங்கெங்க ப்ராப்ளம் இருக்கோ அங்கங்க தட்டி தாக்குறதுன்னா அப்பப்போ ஒரு அடியெல்லாம் கொடுத்து பக்குவமாக்கி என்ன பக்குவம் செய்து ആണ്ട് അരുൾ എന്നെ അങ്ങ് സ്വീകരിച്ച് അങ്ങയുടേതാക്കി തീർത്തിട്ട് എനിക്ക് കൃപാവർഷം ചെയ്യും. ചിലന്തി വല കെട്ടുന്ന പോലെ കെട്ടി എന്നെ അതിനകത്ത് പിടിച്ച് സ്വന്തമാക്കി തീർക്കും. രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റില്ല, അങ്ങനെ ആക്കി തീർക്കുക. ഇതാണ് കൃപാസിദ്ധാന്തം എന്ന് പറയുന്നത്. ആ കൃപാസിദ്ധാന്തത്തിനെ എപ്പോ ഒരു ജീവൻ മനസ്സിലാക്കുന്നുവോ അപ്പൊ അധ്യാത്മ ജീവിതത്തിൽ വളരെ ഉയർന്നു എന്നർത്ഥം. എത്ര കാലം സാധനം ഭജന അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ലോവർ സ്ട്രാറ്റ ആവും. ആ കൃപയുടെ മണ്ഡലത്തിലാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. ആ കൃപയുടെ മണ്ഡലത്തിലാണ് ഭഗവാൻ പറയുന്നത് ഭക്തോസിമേ സഖാചേതി, നീ എന്റെ ഭക്തനാണ്, നീ എന്റെ സഖാവാണ്, അതുകൊണ്ട് ഞാൻ നിനക്കിതാ അന്ന് പുരാതന കാലത്തിൽ വിവസ്വാൻ എന്തുപദേശിച്ചുവോ അതേ ബ്രഹ്മവിദ്യ. സയേവായം യോഗ തേദ്യമയാ പ്രോക്ത പുരാതന പറയപ്പെട്ടു കഴിഞ്ഞു 2 അധ്യായത്തില്. ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹി ഏതദുത്തമം. ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും 2 പറഞ്ഞുവല്ലോ, ഇതിനെ 2നെയും ഏറ്റവും വലിയ നിധിയായിട്ട് കരുതിക്കൊള്ളണം. നമുക്കിപ്പോ സത്സംഗത്തിൽ ഭഗവത്ഗീത ഇത്ര വർഷം കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോ എന്നുള്ളതിന് പോലും പ്രാമുഖ്യം കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊള്ളണം, കിട്ടിയല്ലോ, ഭഗവാൻ ഇതിനുള്ള യോഗ്യത എനിക്ക് ഉണ്ട് എന്ന് കരുതിയല്ലോ, എനിക്ക് യോഗ്യതയുണ്ടോ യോഗ്യതയില്ലയോ, തേടാതുറ്റനൽ തിരുവരുൾ നിധി, അല്പം പോലും പരിശ്രമിക്കാതെ ഒരു കൃപാനിധി എനിക്ക് കിട്ടിയല്ലോ, ഒരു കൃപാ നിധി എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു ഉരുകുന്നത് തന്നെ ഭക്തിയാണ്. കിട്ടിയത് എത്ര വലിയ നിധിയാണെന്ന് അറിയണം, ഇല്ലെങ്കിൽ കൊണ്ടുപോയി കളഞ്ഞു കളയും നമ്മള്. ഗംഗാജലത്തിന് വേറെ എന്തിനെങ്കിലും ഉപയോഗിച്ചു കളയും. അതിൽ ആ ഭക്തി വരണം. കിട്ടിയല്ലോ ഭഗവത്ഗീത, കിട്ടിയല്ലോ, ഇത്ര കേൾക്കാൻ പറ്റിയല്ലോ ഗീത എന്ന് എത്ര കണ്ട് ഈ ജീവൻ ഭക്തനും ഭഗവാനെ സദാ കൂടെ കൊണ്ടു നടക്കുന്ന സഖ്യഭക്തി ഉള്ളവനുമായി തീരുന്നു, അത്ര കണ്ട് ഈ ഗീതാ സിദ്ധാന്തം ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവുമായി നമ്മളെ പ്രകാശിക്കും. യോഗജ്ഞാന ഐക്യം ഉണ്ടാകുമ്പോഴാണ് അനുഭൂതി ഉണ്ടാവുന്നത്. അതാണ് ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് പറയുന്നത്. അവിടെ യോഗജ്ഞാന ഐക്യമാണ്. യോഗവും ജ്ഞാനവും ചേരുകയാണ്. യോഗം തന്നെ ജ്ഞാനമാവുകയാണ്, ജ്ഞാനം തന്നെ യോഗമാവുകയാണ്. ആ ജ്ഞാന അനുഭവം ആത്മാനുഭവത്തിനെ കൊടുക്കാൻ അത് തയ്യാറാവുകയാണ്. അത്രയും പറഞ്ഞ് ഭഗവാൻ പറഞ്ഞപ്പോ അർജുനന് പ്രാകൃതമായ ഒരു സംശയം അർജുനൻ ചോദിക്കുകയാണ്. നമ്മളെ പോലെ ഒരു സന്ദേഹം നമുക്ക് വേണ്ടി ചോദിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ ശരീരത്തിൽ നിന്നുകൊണ്ട് തേർത്തട്ടിൽ ഇരുന്നു കൊണ്ടാണ് അർജുനനോട് പറയുന്നത് ഞാൻ സൂര്യൻ ഉപദേശിച്ചു. ഈ ഒരു പോയിന്റാണ് ഈ അവതാരം എടുത്ത് ഭഗവാൻ വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ രൂപമോ വളരെ ചെറുതാണ്, പക്ഷെ ഉള്ളിലിരിക്കുന്നതോ അഖണ്ഡ വസ്തുവാണ്. എനിക്ക് എപ്പോഴും ഉദാഹരണം തോന്നാം, എന്റെ ഒരു വളരെ അടുത്ത ഒരാള് മദ്രാസില് അടയാർ ബ്രിഡ്ജിൽ കാറിൽ പോവായിരുന്നു ഒരു ദിവസം രാവിലെ. അടയാർ ബ്രിഡ്ജിൽ ഒരുപാട് തിരക്ക്. അവിടെയാണ് ഈ അടയാർ നദി സമുദ്രത്തിൽ വന്ന് ചേരുന്ന സ്ഥലമാണ്. ബ്രിഡ്ജിൽ കുറെ ആളുകൾ നിന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കണം. ഇദ്ദേഹം കാറ് നിർത്തി ഇറങ്ങി നോക്കി. എന്താ നോക്കണതെന്ന് മനസ്സിലായില്ല. ചോദിച്ചപ്പോ ആളുകൾ കാണിച്ചു കൊടുത്തു. നോക്കാം, നദി ഇങ്ങനെ ഒഴുകി വന്ന് സമുദ്രത്തിൽ ചേരുന്ന സ്ഥലത്ത് ഇപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുക്കാണ്, സമുദ്രമാണ് നദിയുടെ ഉള്ളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ആളുകൾ ശ്രദ്ധിക്കണം. ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല, സുനാമി വന്ന സമയമാണ്. അത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എഫക്ട് ചെയ്യാതിരിക്കാൻ കാരണം ആ നദി അവിടെ ഉള്ളത് കൊണ്ട് നദിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറിപ്പോയി. നദിയുടെ ആകാരം പൂണ്ടുകൊണ്ട് സമുദ്രമായിട്ട് നിൽക്കുകയാണ്. ഇവ നദിയിലെ ജലം നദീജലമല്ല, സമുദ്രജലമാണ്. പക്ഷെ ആകാരമോ നദിയുടെയാണ്. ഇപ്പൊ ആ നദിയുടെ അടുത്ത് നീ ആരാണെന്ന് ചോദിച്ചാൽ നദി പറയും ഞാൻ സമുദ്രമാണോ എന്ന് പറയും. അറിവില്ലാത്ത ആൾ എന്ത് പറയാ, വിശ്വസിക്കില്ല. ഇത് നദി, അടയാർ റിവർ, അടയാർ നദി പറയാൻ ഞാൻ സമുദ്രമാണെന്ന് പറയാണ്. അത് സത്യവുമാണ്. അതിൽ നദിയില്ല, അതിൽ സമുദ്രജലമാണ്. വെള്ളം എടുത്ത് കുടിച്ചു നോക്കിയാൽ
ഉപ്പ് രസമായിരിക്കും. അത് സമുദ്രജലമാണ്. അതേപോലെയാണ് ഒരു അവതാരമോ ചിലപ്പോ അപൂർവമായി ജീവൻ മുക്തന്മാരും ഒക്കെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവിടെ ഈശ്വരനേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ, അവതാരത്തിലും ഭഗവാൻ അവതരിക്കുമ്പോഴും ഒക്കെ ശരീരം സാധാരണ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അഖണ്ഡ വസ്തുവാണ് അതിലൂടെ പ്രവർത്തിക്കണം. ആ അഖണ്ഡ വസ്തുവായി തന്നെ താദാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ പറയണത്, എത്രയോ മുമ്പ് ഞാൻ സൂര്യന് ഉപദേശിച്ചു, സൂര്യന് ഈ ജ്ഞാനം ഉണ്ടായി, എത്രയോ മുമ്പ് ഞാൻ ഇന്നയാൾക്ക് ഉപദേശിച്ചു എന്നൊക്കെ പറയണത്. ചിലപ്പോ ചില യോഗികൾ പോലും ചിലപ്പോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമുക്ക് ഘടിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രം, അവരുടെ ബുദ്ധിയും നമ്മളുടെ ബുദ്ധിയും കൂടെ. ചിലപ്പോ അവരും അങ്ങനെയൊക്കെ പറയും. യേശുക്രിസ്തു പറഞ്ഞു, അബ്രഹാമിന് ഞാൻ ഉപദേശിച്ചു എന്ന് ബൈബിളിൽ ഒരിടത്തുണ്ട്. അബ്രഹാം ക്രിസ്തുവിന് എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരാളാണ്. ക്രിസ്തു ഒരിടത്ത് പറയണു, ഞാൻ അബ്രഹാമിന് ഉപദേശിച്ചു. അപ്പൊ ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴല്ലേ ജനിച്ചത്, അബ്രഹാം എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളല്ലേ? അപ്പോ പറയുന്നു, ഞാൻ സത്യമാണ് പറയണത്, ട്രൂലി ഐ സേ അൺടു യു ബിഫോർ അബ്രഹാം വാസ് ഐ ആം. അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ആ ഞാൻ ഈ ആശാരിയുടെ മകനായിട്ട് ജനിച്ച യേശുക്രിസ്തു എന്നുള്ള ശരീരമല്ല, ആ ഏതോ അഖണ്ഡ വസ്തുവുമായി തന്നെ താദാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ അപ്പോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണത്. അതേപോലെയാണ് ഇവിടെ ഭഗവാൻ ഞാൻ വിവസ്വാൻ ഉപദേശിച്ചു എന്ന് പറയുമ്പോ വാസുദേവനായിട്ടാണ് പറയണത്. വസുദേവപുത്ര വാസുദേവനല്ല, സാക്ഷാത് യജ്ഞരൂപനായ വിഷ്ണുവായിരുന്നു കൊണ്ട്, സർവേശ്വരനായിരുന്നു കൊണ്ടാണ് പറയണത് ഞാനിതാ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുവിന് പറഞ്ഞു. അപ്പൊ അർജുനനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? അർജുനൻ കംപ്ലീറ്റ് ആയി ട്യൂൺ ആയിട്ടില്ല എന്നർത്ഥം. നമ്മളെ പോലെ തന്നെ സത്സംഗത്തിൽ ചിലപ്പോ ട്യൂൺ ആവാതെ നമ്മൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അർജുനനും അതേപോലെ ഇപ്പൊ ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകം നോക്കുക. അർജുന ഉവാച അപരം ഭവതോ ജന്മാം പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാൻ ഇതി. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ. വിവസ്വാൻ എപ്പോഴോ ജനിച്ച ആളാണ്. സൂര്യാചന്ദ്രമസോ ധാത യഥാപൂർവം അകൽപ്പയത്. സൂര്യചന്ദ്രന്മാരൊക്കെ സൃഷ്ടി ആരംഭത്തിൽ ഉണ്ടായവരാണ്. അങ്ങ് അടുത്ത കാലത്ത് ഞാൻ ജനിക്കുന്നതിന് കുറച്ചു മാസം മുമ്പ് വസുദേവന്റെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായി ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ശേഷം ജനിച്ച ആളാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, തമ്മിൽ തമ്മിൽ ഘടിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, കഥമേതദ് വിജാനീയാം ത്വം ആദൗ പ്രോക്തവാൻ ഇതി, അങ്ങ് ആദികാലത്തിൽ ഉപദേശിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കുമ്പോ ഭഗവാന്റെ ഉത്തരം നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ്ധ പരന്തപ. ബഹൂനി മേ വ്യതീതാനി, ബഹൂനി മേ മമ വ്യതീതാനി അതിക്രാന്താനി ജന്മാനി തവച്ച അർജുന. ഹേ അർജുന, തനിക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ കടന്നുപോയിരിക്കുന്നു. പക്ഷെ തനിക്കും എനിക്കും ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, താനി അഹം വേദ സർവാണി താനി അഹം വേദ നത്വം ജാനീഷേ. നീ അറിയുന്നില്ല. നിനക്കും എനിക്ക് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നിന്റെ ജ്ഞാനം ധർമാധർമാദി പ്രതിബദ്ധ ജ്ഞാനശക്തിത്വാത്. ധർമ്മം അധർമ്മം, നമുക്കൊക്കെ ജ്ഞാനികളാണ് നമ്മളൊക്കെ. ജ്ഞാനം നമ്മളുടെ ആത്മാവിന്റെ സ്വരൂപമാണ്. പക്ഷേ നമ്മൾ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം പാപം, പുണ്യത്തിന്റെ എഫക്റ്റ് സുഖങ്ങളുടെ രൂപത്തിലും പാപത്തിന്റെ ഇഫക്റ്റ് ദുഃഖത്തിന്റെ രൂപത്തിലും, പുണ്യത്തിന്റെ സീഡ് നമ്മളുടെ ഉള്ളിൽ സ്നേഹമായിട്ടും നല്ലത് ചെയ്യാനുള്ള വാസനയായിട്ടും, പൂർവജന്മത്തിലെ പാപത്തിന്റെ സീഡ് നമ്മളുടെ ഉള്ളില്
വെറുപ്പായിട്ടും വിദ്വേഷമായിട്ടും ഡിസ്റ്റർബൻസ് ആയിട്ടും ഡിപ്രഷനായിട്ടും ഒക്കെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഇതിനൊക്കെ വികല്പം എന്ന് പേര്. ഈ വികല്പം നമ്മളുടെ ശുദ്ധബോധത്തിനെ മറച്ചുകൊണ്ടേയിരിക്കണം. നമ്മളുടെ റിയൽ അവയർനെസ്സിനെ അത് സദാ ഇന്റർപ്രിട്ടേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, കളറിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ധർമാധർമാദി പ്രതിബദ്ധജ്ഞാനം എന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നത്. ധർമ്മവും അധർമ്മവും ജ്ഞാനത്തിനെ മറച്ചിരിക്കുകയാണ്, ബാധിച്ചിരിക്കുകയാണ്. ജ്ഞാനത്തിനെ ബാധിച്ച ധർമാധർമ്മങ്ങൾ കൊണ്ട് നമ്മളുടെ ജ്ഞാനം പ്രബലമാവുന്നില്ല. അപ്പൊ ജ്ഞാനശക്തി പ്രതിബദ്ധമായിരിക്കുന്നത് കൊണ്ട് നിനക്കറിയുന്നില്ല. അഹം പുനഃ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്വാത് അനാവരണജ്ഞാനശക്തി. ഭഗവാൻ ആരാണ്? നിത്യബുദ്ധമുക്ത സ്വഭാവത്വാത്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായതുകൊണ്ട് അനാവരണജ്ഞാനശക്തി. ഗൗഡപാദാചാര്യർ ജ്ഞാനികളെ അനാവരണ ദൃഷ്ടികൾ എന്നാണ് പറയുന്നത്. ആവരണം നീങ്ങിയ ദൃഷ്ടിയുള്ളവരാണ് ജ്ഞാനികൾ. നമുക്കൊക്കെ ആവരണമുണ്ട്. ആവരണം എന്ന് വെച്ചാൽ ഒരു മറവ്. ആ മറവാണ് സത്യത്തിനെ കാണാൻ സമ്മതിക്കാത്തത്. ആ മറവാണ് നമ്മളൊക്കെ സുഖമായി ഉറങ്ങുമ്പോ സുഖമൊക്കെ ഉണ്ടായിരുന്നിട്ടും ദുഃഖമില്ലാതിരുന്നിട്ടും അറിവുണ്ടാവണില്ല, ആത്മജ്ഞാനം ഉണ്ടാവണില്ല. എന്തോ ഒരു മറയുണ്ട് സുഷുപ്തിയിൽ, അല്ലെ? സുഷുപ്തിയിൽ നമ്മൾ വളരെ അടുത്തു പോകുന്നു, ദുഃഖമില്ല, സുഖമുണ്ട്. പക്ഷെ അത് ജാഗ്രതയിൽ വരുമ്പോ പോവുകയും ചെയ്യുന്നു. അവിടെ എന്താ സത്യം എന്ന് മനസ്സിലാവണമില്ല, അനുഭൂതി വരണമില്ല, പൂർണ്ണമാവണമില്ല. അതിന് പേരാണ് ആവരണശക്തി. ആ ആവരണത്തിന്റെ കൂടെ സ്വപ്നത്തിലും ജാഗ്രതത്തിലും വിക്ഷേപം കൂടെ വരുന്നു. സത്യം അറിയണില്ല എന്ന് മാത്രമല്ല, അസത്യം അറിയുകയും ചെയ്യുന്നു. സത്യം അറിയാത്തത് കൊണ്ടല്ല ദുഃഖം, അസത്യം അറിയുന്നത് കൊണ്ടാണ് ദുഃഖം. കയറ് കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പാമ്പ് കാണുമ്പോഴാണ് കുഴപ്പം. ഇരുട്ടത്ത് കയറ് കണ്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചവിട്ടിക്കൊണ്ടു പോകും. പക്ഷെ കയറിനെ പാമ്പായിട്ട് പടമെടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നിയാൽ കുഴപ്പമാണ്. അതേപോലെ ബ്രഹ്മത്തിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ലോകത്തിനെ അറിയുമ്പോഴാണ് കുഴപ്പം, ശരീരത്തിനെ അറിയുമ്പോഴാണ് കുഴപ്പം. അതാണ് ആവരണവും വിക്ഷേപവും. നമുക്ക് ആവരണം ഉള്ളതുകൊണ്ട് വിക്ഷേപം ഉണ്ടാവുന്നത് കൊണ്ടും സത്യം നമുക്ക് സദാ പ്രകാശിക്കണില്ല. ഭഗവാനും അവതാരപുരുഷനായ ഭഗവാനും ജ്ഞാനികളും അനാവരണ ദൃഷ്ടികളായതുകൊണ്ട് അവർക്ക് സത്യം പരിപൂർണമായി വിവൃതമാണ്, തുറന്നു നിൽക്കുകയാണ്. അവർക്ക് സത്യത്തിൽ യാതൊരു വിധത്തിലുള്ള വികല്പവും അവർക്കുണ്ടാവണില്ല. യോഗികളായ ചിലർക്കും പൂർവജന്മജ്ഞാനമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു കാര്യം ക്ലാരിഫിക്കേഷൻ, അതാണ്. യോഗികൾ ചിലർക്കൊക്കെ ജാതിസ്മാരം എന്ന് പറയും. അപരിഗ്രഹ പ്രതിഷ്ഠായാം ജാതിസ്മാരത്വം എന്ന് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ പതുക്കെ 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 നമ്മളുടേതല്ലാത്ത ഒരു വസ്തുവും നമ്മൾ സ്വീകരിക്കണില്ല, വേണ്ടാത്തതൊക്കെ ഉപേക്ഷിച്ച് കളയുന്നു, ഒന്നും നമ്മളുടെ മേലെ ഹെവി വെയിറ്റ് ഉണ്ടാക്കണില്ല. ഈ ജന്മത്തിൽ എന്തെന്ത് അനുഭവിച്ചു തീർക്കണോ അതൊക്കെ അനുഭവിച്ചു തീർക്കുകയും പുതിയ അനുഭവങ്ങൾ നമ്മളായിട്ട് തുടങ്ങി വെക്കാതെയും ഒക്കെ ചെയ്താൽ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള പരിഗ്രഹങ്ങളൊക്കെ വിട്ടുപോവുകയും പൂർവ്വജന്മസ്മൃതി ഉണ്ടാവുകയും ചെയ്യുമെന്ന് യോഗസൂത്രമാണ്. ഇതൊക്കെ സയൻസാണ്. അപ്പൊ നമുക്ക് കുറെ ജന്മങ്ങൾ അനാവൃതമാവും നമ്മളുടെ പുറകിൽ. പക്ഷെ ആ ജന്മങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതൊന്നും മനസ്സുകൊണ്ടല്ല അറിയുന്നത്, അതൊക്കെ മനസ്സില്ലാതെ തന്നെ അറിയും. ദൃശ്യപ്രപഞ്ചം കാണുന്ന പോലെ യാതൊരു വിധത്തിലും വിഷമമില്ലാതെ യോഗികൾ പലരും കാണും. പക്ഷെ അങ്ങനെ അറിയുന്ന കാര്യമല്ല ഇവിടെ ഭഗവാൻ പറയണത്. സ്വയം ചിത്തായി ഇരുന്നുകൊണ്ട് ആ ചിത്തിൽ നടക്കുന്ന സർവത്തിനെയും എനിക്ക് കാണാം, എപ്പോ എന്ത് വേണോ ഇതൊക്കെ കാണാം. താന്യഹം വേദ സർവാണി, അതാണ് ഈശ്വരത്വത്തിനെയാണ് ഭഗവാൻ ഇവിടെ പറയണത്. എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഏതേത് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അതാത് കാലത്ത് അവിടെ നടന്ന സകല വസ്തുക്കളും ഇവിടെ ഇപ്പൊ കാണാൻ കഴിയുമെന്നാണ്. നത്വം വേത്ത പരന്തവ, നിനക്കറിയില്ല അർജുന. അതാണ് നിനക്കും എനിക്കും വ്യത്യാസം. ആ ഈശ്വരത്വം നമുക്ക് കൺസീവ് ചെയ്യാൻ പോലും പറ്റില്ല. ഓൾ നോയിങ്നെസ് എന്ന് പറയുന്നത്. പക്ഷെ അതില് ഹെവി വെയിറ്റ് ഒന്നുമില്ല, ആ അറിയുന്നതിന്റെ ഒരു വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് 4 പുസ്തകം പഠിച്ചാൽ തന്നെ തല പുകയും, അല്ലേ? അപ്പൊ അത് ബുദ്ധി കൊണ്ടുള്ള അറിവല്ല, ഈശ്വരത്വം ആണ്. ആ ഈശ്വരത്വത്തിൽ സർവവും വിവൃതമാണ്. നിനക്കത് അറിയില്ല അർജുന. അതാണ് നിനക്കും എനിക്കുള്ള വ്യത്യാസം. ജ്ഞാനികൾ അറിയുന്നത് വേറെ വിധത്തിലാണ്. ജ്ഞാനികൾ ഈ പൂർവ്വജന്മത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല.
ജ്ഞാനികൾക്ക് ഈ ജന്മമേ സത്യമല്ലാതിരിക്കുമ്പോ അജോപിസൻ അവ്യയാത്മ, അവർക്ക് പൂർവ്വജന്മം എന്തിനു നോക്കണം? ഒരു ജന്മവും അവർക്ക് പ്രശ്നമല്ല. അവർ ജനനവും മരണവും ഇല്ലാത്ത സത്യത്തിനെ സദാ അനുഭവിക്കുന്നത് കൊണ്ട് പൂർവ്വജന്മജ്ഞാനമൊന്നും അവർ ആഗ്രഹിക്കില്ല. അതിനൊന്നും അവർ പ്രാമുഖ്യവും കൊടുക്കില്ല. ഈ ജന്മമേ അവർക്ക് ഉണ്മയല്ലാതായി പോകുമ്പോ പൂർവ്വജന്മത്തിനും കാര്യമില്ല. പക്ഷെ വേണമെങ്കിൽ ആ യോഗശക്തിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഈശ്വരന് അവതാരകാലത്തിൽ ഈ ശക്തി പ്രബലമായിരിക്കുന്നത് കൊണ്ടാണ് തന്റെ അടുത്ത് വരുന്നവരുടെയൊക്കെ ജന്മജന്മാന്തരങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നിലേക്ക് വലിക്കുന്നത്. അവരുടെ ഓരോ കാര്യങ്ങളും താൻ അറിഞ്ഞുകൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ഈശ്വരത്വത്തിനെ ഭഗവാനോട് അനാവരണജ്ഞാനശക്തി എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. അപ്പൊ അങ്ങ് പൂർവ്വജന്മം എത്രയോ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങയ്ക്കും ജനനവും മരണവും ഒക്കെ ഉണ്ടോ? അങ്ങ് എന്തിനാ ജന്മം എടുത്തത്? അതാണ് അടുത്ത ശ്ലോകം. അജോപി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ അജഹ അപിസൻ. അജം എന്ന് വെച്ചാൽ ജന്മമില്ലാത്തത്. ജ എന്ന ധാതു, അതെന്നാണ് ജനിക്കുക, ജനം, ജെർമിനേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കൊക്കെ എന്നാണ് വരുന്നത്. ജനറേറ്റർ. അജോപിസൻ, ഞാൻ ജനനമില്ലാത്തവനാണെങ്കിലും അവ്യയാത്മാ, വ്യയമില്ലാത്തവനാണെങ്കിലും അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവ. ആചാര്യസ്വാമികളുടെ വാക്കാണ്. അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവ. സാധാരണ ആളുകളുടെ ജ്ഞാനശക്തി ക്ഷീണിക്കും. കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലെ? എത്ര വലിയ ബുദ്ധിയുള്ള ആളാണെങ്കിലും എത്ര കണ്ട് ബുദ്ധി ഉപയോഗിക്കണോ അത്ര കണ്ട് ബുദ്ധി ക്ഷീണിക്കും. ഒരിടത്ത് ബുദ്ധിയൊക്കെ വിൽക്കാൻ വെച്ചിരുന്നു അത്ര ഒരു കടയിൽ. ഫ്യൂച്ചർ സ്റ്റോറിയാണ്. അപ്പൊ ഒരാൾ വാങ്ങിക്കാൻ പോയി, ബുദ്ധി വാങ്ങിക്കാൻ പോയി. ചിലർക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം അത്. അപ്പൊ ചോദിച്ചു, ഒരു ബ്രെയിൻ എന്താ വില? അപ്പൊ ഇത് 25 റുപ്യ. ഇത് ആരുടെ ബ്രെയിനാണ്? ഇതൊരു മാത്തമാറ്റീഷ്യന്റെ ബ്രെയിനാണ്. വേറെ ഒരാളുടെ ബ്രെയിൻ എത്രയാണോ വെച്ചാൽ അതും 25 റുപ്യ 30 റുപ്യ. അതൊരു വലിയ ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയാണ്. പിന്നെ കുറെ കഴിഞ്ഞിങ്ങനെ വന്നു പഞ്ചായത്ത് ഓഫീസർ, പ്യൂണ്, ഇങ്ങനെ ഓരോരുത്തരുടെ ബുദ്ധിയായി വരും. വില കൂടിക്കൊണ്ടേ വരും. അവസാനം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ബുദ്ധി, അതിന് എത്രയോ ലക്ഷം റുപ്യ വില. അപ്പൊ അദ്ദേഹം കാര്യമായി സംശയം ചോദിച്ചു, ഇത് എന്താ ആശാനെ, ഈ സയന്റിസ്റ്റിന്റെ ബുദ്ധി, മാത്തമാറ്റീഷ്യന്റെ ബുദ്ധിയൊക്കെ 25-30 റുപ്യ പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകന്റെ ബുദ്ധിക്ക് അത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന്. ഫ്രഷാണ്, എടുത്തു വെക്കാം. അപ്പോ ബുദ്ധി വേണമെങ്കിൽ വാങ്ങി വെക്കാം. നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കും തോറും തളർന്നു പോകും. വലിയ വലിയ ആളുകൾക്ക് പോലും, ബുദ്ധിമാന്മാരായിട്ടുള്ളവര്, ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം എത്ര വലിയ മഹാമേധയാണ്, ഭാരതം കണ്ട വലിയ ബുദ്ധിശാലിയാണ്. അവസാനം അദ്ദേഹത്തിന് പേര് പോലും ഓർമ്മയില്ല. വയസ്സായിട്ടേ ബുദ്ധിക്ക് സ്ഥിരതയൊക്കെ പോയി, പേര് പോലും ഓർമ്മയില്ല. ഇത്രയുള്ളൂ ഈ ബുദ്ധിയൊക്കെ. അതെപ്പോ അതിന്റെ സ്വഭാവം മാറുന്നു പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ പറയുന്ന ജ്ഞാനം ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, അത് അക്ഷീണ ജ്ഞാനശക്തിയാണ്. ആ സോഴ്സിനെ നമ്മളുടെ ഉള്ളിലും സമ്പർക്കം പുലർത്തിയാൽ ആ ജ്ഞാനം, രാമകൃഷ്ണദേവൻ പറയും, വലിയ യജമാനന്റെ വീട്ടില് നെല്ലളന്നു കൊടുക്കും അത്രേ. നെല്ലളന്നു കൊടുക്കുമ്പോ ഇതുപോലെ ഒരു ചുമര്, ഈ ചുമരിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ഒരു പലകയിട്ട് അടച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആളുകൾ വരിവരിയായിട്ട് വരും. വരുമ്പോ തുറക്കും. തുറന്നു കഴിഞ്ഞാൽ നെല്ല് വീഴും. പിന്നെ അടയ്ക്കും. തുറന്നു കഴിഞ്ഞാൽ നെല്ല് വീഴും. ആ നെല്ല് എവിടുന്നാ പറയണ? പുറകെ വലിയൊരു ഭണ്ഡാരണ്ടേ, അവിടുന്ന് ഇങ്ങനെ തള്ളിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ കുറയും തോറും ആ ഭണ്ഡാരം നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ജ്ഞാനികളുടെ ജ്ഞാനവും. പഠിച്ചുണ്ടാക്കുന്ന ജ്ഞാനമല്ല, പഠിച്ചുണ്ടാക്കുന്ന ജ്ഞാനമല്ല, അക്ഷീണ ജ്ഞാനശക്തി. അത് ഈശ്വരന്റെ ജ്ഞാനമാണ്.
അക്ഷീണജ്ഞാനശക്തി സ്വഭാവത്തോടു കൂടിയ ഭഗവാൻ അജഹാപി ജനനമില്ലാത്തവനാണ്. ഒരിക്കലും ജനനമില്ല. ഭാഗവതത്തിൽ കൃഷ്ണാവതാര സന്ദർഭത്തിൽ പറയുന്നു, നതേ അജനസ്യേശ നതേ അഭവസ്യേശ ഭവസ്യ കാരണം വിനാ വിനോദം ബത തർക്കയാമഹേ. അഭവനായ ഭവിക്കാത്ത അങ്ങ് ഭവിക്കുന്നത് വെറൊരു കളിയാണെന്നാണ്, ക്രീഡയാണ്, അജനനാണ്, ജനനമില്ലാത്തവനാണ്. ജായമാനേ അജനേ തസ്മിന് നേതുർദുന്ദുവയോ ദിവി. കൃഷ്ണൻ അവതരിക്കുമ്പോ അജനനായിട്ടുള്ളവനാണ് ജനിക്കുന്നത്, ജനനമില്ലാത്തവൻ. മറ്റുള്ളവരുടെ ജനനവും ഇല്ലാതാക്കുന്നവനാണ്, ജനാർദ്ദനനാണവൻ. അപ്പോ ജായമാനേ അജനേ, അപ്പോ അജോപിസൻ അവ്യയാത്മ അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവനായിരിക്കുന്നു. ഒരിക്കലും ആ ജ്ഞാനത്തിന് കോട്ടമേ ഇല്ല. എന്ന് വെച്ചാൽ എല്ലാവരുടെയും എല്ലാ കാര്യവും എല്ലാ ക്ഷണത്തിലും എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ? എല്ലാവരുടെയും അന്തര്യാമിയായിരുന്നുകൊണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ കണ്ണു വെട്ടിക്കാൻ മാത്രം പറ്റില്ല, കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് അർത്ഥം. ഓരോ മൊമെന്റിലുള്ള കണക്കും അവിടെ ഉണ്ടാവും. നമ്മളുടെ എല്ലാ കർമ്മങ്ങളുടെയും കണക്ക് അവിടെ ഉണ്ടാവും. പൂർവ്വജന്മത്തിന്റെ ജ്ഞാനമൊന്നും നമുക്ക് വരാതിരിക്കുന്നത് നല്ലത്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എത്രയോ 1000 വർഷം മുമ്പുള്ള ഏതോ ഒരു ജന്മവുമായിട്ട് നമുക്കിപ്പോ കണക്ഷൻ ഉണ്ടാവും, ബന്ധം ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഓരോ ജന്മത്തിൽ കണക്റ്റഡ് ആയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കലും വാങ്ങലും ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ആ ബന്ധമൊന്നും നമുക്കിപ്പോ ഘടിച്ചിട്ട് അറിയേയില്ല. പക്ഷെ അതൊക്കെ കണക്ക് അറിയുന്ന ആ ശക്തി ഉണ്ട്. ആ ശക്തിയായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയണത്, ഞാൻ ജനനമില്ലാത്തവനും ഭൂതാനാം ഈശ്വരോപിസൻ, സകല പ്രാണികൾക്കും ഭൂതാത്മാവുമായതുകൊണ്ട് ഈശ്വരനായിരുന്നു കൊണ്ടും പ്രകൃതിം സ്വാമധിഷ്ഠായ, എന്റെ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് പ്രകൃതിം സ്വാം വൈഷ്ണവീം മായാം ത്രിഗുണാത്മികാം യസ്യാഹ വശേ സർവം ജഗത് വർത്തത്തെ യയാമോഹിതം ജഗത് സത് സ്വം ആത്മാനം വാസുദേവം ന ജ്ഞാനാതി. ഏതൊരു മായ കൊണ്ട് മോഹിച്ചിട്ട് ആത്മാവിനെ നമ്മൾ അറിയുന്നില്ലയോ, ഏതൊരു മായ നമ്മളെയൊക്കെ ശരീരമായിട്ടും മനസ്സായിട്ടും സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ലോകമായിട്ടും ഒക്കെ മോഹിപ്പിച്ച് നിർത്തിയിരിക്കുന്നു, ആ മായയുടെ മാജിക് ഷോവിന്റെ ഉള്ളിലാണ് നമ്മള്. ഭഗവാനോ ആ മാജിക് ഷോവിനെ തന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അവതരിക്കുന്നത്. അതാണ് വ്യത്യാസം. നമ്മൾ മാജിക് ഷോവിന്റെ ഉള്ളിലാണ്. മജീഷ്യൻ മാജിക് കാണിക്കുമ്പോൾ നമ്മളൊക്കെ അതിന്റെ ഉള്ളിലാണ്. അയാൾ കാണിക്കണതൊക്കെ കണ്ടുകൊണ്ടിരിക്കും നമ്മള്, അല്ലേ? മാജിക് കാണിക്കുമ്പോ മാജിക്കിൽ എന്ത് കാണിച്ചാലും നമ്മൾ കാണും. ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ പകല് കാണും, ദേവലോകം കാണിച്ചാൽ ദേവലോകം കാണും, ആനയെ കാണിച്ചാൽ ആനയെ കാണും. പക്ഷെ മജീഷ്യൻ അതൊന്നും കാണുന്നില്ല. അയാൾക്ക് മാജിക് അയാളുടെ ഫുൾ കൺട്രോളിലാണ്. അയാൾക്ക് എപ്പോ വേണമെങ്കിൽ നിർത്താം, നമുക്ക് പറ്റില്ല. നമ്മൾ ആ മാജിക്കിന്റെ ഉള്ളിൽ പെട്ടിട്ടാണ് ഇരിക്കണത്, ആ ഇന്ദ്രജാലത്തിനുള്ളിൽ പെട്ടിട്ടാണ് ഇരിക്കണത്. സിനിമയൊക്കെ കാണിക്കുമ്പോ സിനിമാക്കാർക്ക് വെറും നാടകമാണത്. കാണുന്ന ആളുകളോ അതൊക്കെ വാസ്തവമാണെന്ന് ധരിച്ച് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അതാണ് കുഴപ്പമേ. സീരിയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കുറെ കാലം കഴിയുമ്പോ അതിലൊരു പാർട്ടും പാർസലുമായിട്ട് മാറുകയാണ് ആളുകൾ. അതൊക്കെ അവർക്ക് കച്ചവടവും നമുക്ക് കാര്യം കുഴപ്പത്തിലും ആവുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞ ആ വൈഷ്ണവിയുമായ ഒരു നടൻ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ ആ വൈഷ്ണവിയുമായെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ജനിച്ച പോലെ തോന്നുകയാണ് എന്നാണ്. എന്നുവെച്ചാൽ ജനിച്ചു എന്നല്ല, ജനിച്ച പോലെ തോന്നുകയാണ്. വശീകൃത്യ സംഭവാമി ദേഹവാൻ ഇവ ഭവാമി ജാതഃ ഇവ ആത്മമായയാ ആത്മനഃ മായയാ ന പരമാർത്ഥതഃ ലോകവത്. സാധാരണ ലോകം പോലെ പാരമാർത്ഥികമായി ഞാൻ ജനിക്കണില്ല. ജനിച്ച പോലെ എല്ലാരെ പോലെയും വന്ന പോലെയും ലോകത്തിൽ എന്തൊക്കെയോ ചെയ്ത പോലെയോ ഒക്കെ തോന്നുകയാണ്. ബട്ട് നെവർ ആം ഐ ദ പാർട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിൽ ഒരു ബന്ധവും എനിക്കില്ല.
ഭാഗവതത്തിൽ ഉദ്ധവര് പറയണത് കൃഷ്ണൻ വന്ന് യാദവരുടെ നടുക്കിരിക്കുകയും കളിക്കുകയും യാദവരെ തൻവശപ്പെടുത്തുകയും യാദവരെ തന്റെ കൂടെ കൊണ്ട് നടക്കുകയും അവരെ മഥുരാപുരിയിൽ നിന്നും ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയും ദ്വാരകയിൽ അവർക്ക് കോട്ട നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് യാദവരൊന്നും കൃഷ്ണനെ ഗണിച്ചതേ ഇല്ല എന്നാണ്. അപ്പൊ ഉദ്ധവര് പറയണത് യാദവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചാൽ ഭഗവാനല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അറിയില്ല, ഇന്നലെ ജനിച്ച കുട്ടി. ദേവകിയുടെ 8ാമത്തെ ചക്കൻ അവൻ കാണിച്ചൊന്നും പറയാൻ കൊള്ളില്ല പുറത്ത് എന്നൊക്കെ യാദവന്മാര് പരസ്പരം പറഞ്ഞുകൊണ്ട് നടക്കുക. പിന്നെന്താ, നമ്മളുടെ ആളല്ലേ, പോട്ടെ എന്നുള്ള മട്ടില് ഹരിം മീനായിവോടുപം. ഉദ്ധവര് പറയണത് മത്സ്യങ്ങളൊക്കെ തടാകത്തില് ഒരു ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ പ്രതിബിംബിച്ചപ്പോ ഈ മത്സ്യങ്ങളൊക്കെ വിചാരിച്ചു അത്രേ നമ്മളുടെ നടുവിലുള്ള ഒരു മീനല്ലേ എന്ന്. അതിന് കുറച്ച് കളർ ഉണ്ടായിട്ട് എന്താ ഇപ്പൊ കാര്യം, നമ്മളെ പോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ തന്നെ നമ്മളെ പോലെ തന്നെ അതാ കുറച്ച് മിന്നണു അത്രേ ഉള്ളൂ, നമ്മളെ പോലെ ഒരു മീന് തന്നെ അതും എന്ന് യാദവന്മാര് അഭിമാനിച്ചു, വെറുതെ തെറ്റിദ്ധരിച്ചു എന്നാണ്. അപ്പൊ ഭഗവാൻ വാസ്തവത്തിൽ എല്ലാവരുടെ കൂടെയും ഇരിക്കുകയും എല്ലാത്തിന്റെ നടുവിൽ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒന്നിന്റെയും ഒരു ഭാഗമല്ലാതെ, ഒന്നിനോടും പെട്ടുപോവാതെ, സമ്പർക്കമില്ലാതെ ഇരിക്കുന്നതാണ് ഭഗവാന്റെ ഈശ്വരത്വം. വാസ്തവത്തിൽ ഇല്ല എന്നാൽ ഉണ്ട് പോലെ തോന്നും. ജീവൻ മുക്തന്മാരുടെ സ്ഥിതി പോലും അങ്ങനെയാണ്. ജീവൻ മുക്തന്മാരുടെ സ്ഥിതിയിലും ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും പറയണത് അവർക്ക് ശരീരമേ ഇല്ല എന്നാണ്. പക്ഷെ ബാക്കിയുള്ളവർ അവരുടെ ശരീരം കാണുകയും ജ്ഞാനികളുടെ ശരീരം ആ ശരീരത്തിന് സമ്പർക്കപ്പെട്ടവർക്ക് ഒരു മായയായിട്ട് തീരും. അവരാ ശരീരം കാണുകയും ആ ശരീരത്തിന് വ്യാധി വരുന്നതായിട്ട് കാണുകയും ആ ശരീരം ചിലപ്പോൾ പ്രാകൃതമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുകയും ഒക്കെ ചെയ്ത് മോഹിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള സത്തയെ മറന്നുപോകും. അവരെ സംബന്ധിച്ച് അവർക്ക് ശരീരമേ ഇല്ല എന്നാണ്. അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശത. ആ ശരീരത്തിൽ പെട്ടുപോയിട്ട് ചിലർ അതില് രാഗം വയ്ക്കും, ചിലർ ദ്വേഷം വയ്ക്കും. വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത് ശരീരത്തിന് സ്വയം വിട്ട ജ്ഞാനി, ആ ജ്ഞാനിയുടെ ശരീരത്തിനോട് ആര് രാഗം വയ്ക്കുന്നുവോ അവർക്ക് അതിന്റെ പുണ്യഫലമൊക്കെ കിട്ടും, അനുഗ്രഹമൊക്കെ കിട്ടും, വേണ്ട സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കിട്ടും. അതിനെ വെറുക്കുന്നവർക്ക് കുറെ ദോഷവും പാപങ്ങളും പല വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് രണ്ടും ശരിയല്ല. ഇത് രണ്ടും ആ വിഭ്രമത്തിനെ വെച്ചുകൊണ്ടുള്ള ഏർപ്പാടുകളാണ്. പക്ഷെ വാസ്തവം വേണമെന്നുള്ളവർക്ക് ആ ശരീരത്തിനോട് സമ്പർക്കമില്ലാതെ വസ്തുവിനോട് സമ്പർക്കം വെച്ചാലേ കിട്ടുകയുള്ളൂ. ആ വസ്തുവാണ് ഇവിടെ ഭഗവാൻ ഞാൻ എന്ന് പറയണത്. ഞാൻ അവ്യയാത്മാവായി ഇരുന്നിട്ടും ഭൂതങ്ങൾക്കൊക്കെ ഈശ്വരനായിരുന്നിട്ടും മായയെ വശീകരിച്ചുകൊണ്ട് ഞാൻ അവതരിക്കുന്നു. അതാണ് കൃഷ്ണാവതാരത്തിന് മുമ്പ് യോഗമായ അവതരിക്കുന്നത്. യോഗമായയെ ഭഗവാൻ പറഞ്ഞയച്ചിട്ടാണ് പുറകെ വരുന്നത്. യോഗമായ കംസന്റെ കയ്യിൽ വരികയും അപ്പുറം പിന്നീട് അവിടുന്ന് തിരോധാനം ചെയ്ത് അവിടെ എവിടെയായിട്ട് ചെന്നിരുന്നു അത്രേ. ബഹുനാമ നികേതേഷു ബഹുനാമാ ബഭൂവഹ. പല സ്ഥലങ്ങളിലും പോയി ഭഗവാനെ സഹായിക്കാനായിട്ട് അവിടെ എവിടെയായിട്ട് കുടിയിരുന്നു എന്നാണ് ഈ യോഗമായ. ആ യോഗമായയെ കൈവശപ്പെടുത്തിക്കൊണ്ട് യോഗമായയാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്, ഭഗവാനല്ല. അധ്യാത്മരാമായണത്തിൽ സീതാദേവി ആഞ്ജനേയ സ്വാമിക്ക് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത്, രാമൻ ഒന്നും ചെയ്തില്ല. നിഷ്ക്രിയനും നിരഞ്ജനനും നിർഗുണനും കർമ്മരഹിതനുമായ ആത്മാവായ രാമൻ അയോധ്യയിൽ ജനിച്ചുവെന്നും ദശരഥപുത്രനായി ജനിച്ചുവെന്നും എന്നെ സീതയെ പരിണയിച്ചുവെന്നും കാട്ടിലേക്ക് പോയി എന്നും രാവണവധം മുതലായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുവെന്നും അറിവില്ലാത്ത മഠയന്മാര് പറയണതാണെന്നാണ്. ഒക്കെ ഞാനാണ് ചെയ്തത് എന്നാണ് സീത പറയണത്. രാമൻ ഒന്നും ചെയ്തില്ല. രാമൻ സാക്ഷിയാണ്, നിർഗുണമാണ്, നിത്യവസ്തുവാണ്, സംബന്ധരഹിതമായ വസ്തുവാണ്. അപ്പൊ ഇതറിഞ്ഞാലേ ഭഗവത് തത്വം അറിയുള്ളൂ നമ്മൾ. ഈ തത്വത്തിനെയാണ് ഭഗവാൻ പറയണത് ഞാൻ യാതൊന്നും സമ്പർക്കമില്ലാതെ മായയെ വശീകരിച്ചുകൊണ്ട് സംഭവിച്ചവനെ പോലെയും അവതരിച്ചവനെ പോലെയും ലോകകർമ്മങ്ങൾ ചെയ്തവനെ പോലെയും തോന്നുന്നു. അതിന് പേരാണ് അവതാരം. ആ അവതാര സിദ്ധാന്തത്തിനെയാണ് ഭഗവാൻ പറയുന്നത്. എന്തിനാണ് ഈ ഇന്ദ്രജാല പ്രകടനം, അവതാരം എന്നുള്ള ഇന്ദ്രജാല പ്രകടനം എന്തിനാണ് എന്നുള്ളതാണ് ഇനി മേലാൽ പറയുന്നത്. പ്രസിദ്ധമായ ശ്ലോകങ്ങള് അത് നമ്മൾ നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.